ആ ബാങ്കിൽ ചെറിയ കടബാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സ്ഥലം വിൽക്കാനായിട്ട് നമ്മൾ വെച്ചായിരുന്നു. വെച്ച് കഴിഞ്ഞപ്പോൾ മേടിക്കാൻ വന്ന പാർട്ടി ഒരു ഇപ്പോൾ ഇവിടെ ബാങ്കിൽ കുടിശ്ശിക നമുക്കൊരു 37 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊരു 15 ദിവസം, അതായത് ഈ മാസം 30-ാം തീയതി വരെ സമയം ചോദിച്ചു. പക്ഷേ ബാങ്കുകാർ അത് സമ്മതിച്ചില്ല. ഇത്രയും വർഷം അവർക്ക് ചെയ്യാൻ തരാമെന്നുണ്ടെങ്കിൽ ഒരു 15 ദിവസം കൂടി അവർക്ക് തരാമായിരുന്നു. തന്നിരുന്നെങ്കിൽ ഈ ഒരാൾ ഈ ഒരു അവസ്ഥയിൽ വരില്ലായിരുന്നു. അപ്പോൾ നമുക്ക് അത് കിട്ടിയായിരുന്നെങ്കിൽ ആൾ ജീവനോടെ കിട്ടിയായിരുന്നു. മേടിക്കാൻ ആളെല്ലാം സെറ്റായിട്ട് ഇപ്പോൾ ഈ ഒരു 15 ദിവസം കൊണ്ട് അവർ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ കച്ചവടം ഒഴിഞ്ഞു പോയി. 8-ാം തീയതി ഒരു ക്ലോസിങ് ഡേറ്റ് ആണെന്ന് പറഞ്ഞു. അതായത് സീല് ചെയ്യണ ഡേറ്റ് ആണെന്ന് പറഞ്ഞു. 8-ാം തീയതിയാണ് ആൾ സൂസൈഡ് ചെയ്തത്. കാരണം വേറെ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് പുള്ളി അത് ചെയ്തത്. ആ ഒരു 15 ദിവസം അവകാശം കിട്ടിയെങ്കിൽ പുള്ളി ഇത് ചെയ്യില്ലായിരുന്നു. കച്ചവടം നടന്നു പോയേനെ, ഇവിടുത്തെ കടവും തീർന്നു പോയേനെ. ഇത് കേവലം മധു എന്ന് പറയുന്ന വ്യക്തിക്ക് മാത്രമുള്ള ഒരു അനുഭവമല്ല, മറിച്ച് ഈ പ്രദേശത്തുള്ള ഒട്ടുമിക്ക നാട്ടുകാർക്കും അനുഭവപ്പെടുന്ന ഒരു ഇതാണ്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, നമുക്കറിയാം കൊറോണ പോലെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും പല ആൾക്ക് തൊഴിൽ പോയി. അങ്ങനെ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഗൾഫിലായിരുന്നു ജോലി ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് 21 ലക്ഷം രൂപയാണ് ഇദ്ദേഹം ഇവിടുന്ന് ലോൺ എടുത്തത്. ആ ജോലി അദ്ദേഹത്തിന് കൊറോണയുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടതുകൊണ്ട് നാട്ടിൽ വന്ന് ഡ്രൈവിംഗ് ജോലിയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനൊരു ചെറിയൊരു സാമ്പത്തിക പ്രശ്നം വന്നു. സ്വാഭാവികമായിട്ടും നേരത്തെ അനിയൻ പറഞ്ഞതുപോലെ സ്ഥലം കച്ചവടമായി. ഒരു 15 ദിവസത്തെ അവകാശം കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ജീവൻ നിലനിർത്താൻ സാധിച്ചേനെ.